അധികാര രാഷ്ട്രീയം ക്രൂരമാണ്. അഴിമതിക്കെതിരെ പോരാടാൻ ഉദിച്ച ആം ആദ്മി പാർട്ടി അതേ അഴിമതിയിൽ തന്നെ കുടുങ്ങി. രാഷ്ട്രീയ പാർട്ടികളുടെ പതിവു ചേരുവകളല്ല, ജനസേവനമാണ് മുഖ്യമെന്ന വാക്ക് എപ്പോഴൊക്കെയോ മറന്നുപോയ ആപ്പ് നേതാക്കളെക്കുറിച്ച്, അവരുടെ നേതാവായ കെജ്രിവാളിനെക്കുറിച്ച്, അയാളുടെ വളർച്ചയുടെയും വിവാദങ്ങളുടെയും പതനത്തിന്റെയും കൂടി കഥയാണ് ഇപ്പോൾ ഒരു ദശാസന്ധിയിൽ എത്തി നിൽക്കുന്നത്. കെജ്രിവാളിന്റെ തോൽവിക്ക് പലതും പറയാനുണ്ട്. അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം അറബ് വസന്തം ആഞ്ഞടിച്ച ആ കാലത്താണ് അഴിമതിക്കെതിരെ ജൻ ലോക്പാൽ എന്ന ആവശ്യവുമായി അണ്ണാ ഹസാരെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിരാഹാര സമരമിരിക്കുന്നത്. മുന്നിൽ ഹസാരെയായിരുന്നെങ്കിലും അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ന്യൂജൻ സന്നദ്ധ സംഘടനയായിരുന്നു. ഹസാരയ്ക്ക് പിന്തുണയുമായി മുല്ലപ്പൂ വിപ്ലവം അനുസ്മരിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികൾ രാജ്യമെങ്ങും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആ സന്നദ്ധ സംഘടനയുടെ മുൻനിര പ്രവർത്തകനായി ഒരു മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ സമരം രാംലീല മൈതാനത്തും ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ പലയിടത്തും കോലാഹലങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതെല്ലാം കാലയവനികയിൽ മറഞ്ഞു. പക്ഷേ ഒരു പേര് മാത്രം ഉയർന്നു കേട്ടു: അരവിന്ദ് കെജ്രിവാൾ. ആ പോരാട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന കിരൺ ബേദിയും പ്രശാന്ത് ഭൂഷണും അടക്കം നിരവധി അധികാരികളുടെ സാന്നിധ്യം ക്രമേണ ഇല്ലാതായെങ്കിലും കെജ്രിവാൾ രാജ്യത്തെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ നായകനായി അവരോധിക്കപ്പെട്ടു ഈ അടുത്ത കാലം വരെ. പിന്നെ ട്വിസ്റ്റുകളായിരുന്നു കെജ്രിവാളിന്റെ ജീവിതത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും. മോദിക്കെതിരാളിയായി രാഹുലിനോളം ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടിയ നേതാവ്, ഡിജിറ്റൽ ഇടങ്ങളിലെ ജനപ്രീതിയിലൂടെ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ കെജ്രിവാളിന്റെ അസൂയാവഹമായ വളർച്ച കണ്ട് കണ്ണു തള്ളിപ്പോയവരുണ്ട്. അഴിമതിക്കെതിരെ അയാളുടെ നേതൃത്വത്തിൽ നടന്ന ന്യൂജൻ വിപ്ലവം തിരുത്തിയെഴുതിയത് ഇന്ത്യൻ രാഷ്ട്രീയ ജാതകം കൂടിയായിരുന്നു. അഴിമതി വിരുദ്ധ മുന്നേറ്റം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണോ എന്ന ചോദ്യം അന്ന് പലവരും കേട്ടു. അതിന്റെ പേരിൽ അണ്ണാ ഹസാരെ പോലും ഇടഞ്ഞു. ഒടുവിൽ ആം ആദ്മി പാർട്ടി പിറന്നു. സിവിൽ സർവീസ് ഉപേക്ഷിച്ചു പോന്ന മാരുതി വാഗണാർ കാറിൽ മാത്രം സഞ്ചരിക്കുന്ന, കഴുത്തിൽ മഫ്ലറിട്ട സിമ്പിളായ മനുഷ്യനെന്ന ഇമേജ് കെജ്രിവാളിന് രാഷ്ട്രീയ രംഗത്ത് വലിയ മൈലേജ് ഉണ്ടാക്കി. അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ ആരാധ്യ പുരുഷനായി കെജ്രിവാൾ. 2010-11 കാലഘട്ടം. പത്രമാധ്യമങ്ങൾക്കപ്പുറം അഭിപ്രായ രൂപീകരണത്തിൽ ചാനലുകൾ നിർണായക ശക്തിയാവുന്ന, രാജ്യത്ത് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്കും ട്വിറ്ററും വ്യാപകമാവുന്ന കാലം. കോമൺവെൽത്ത്, ആദർശ് ഫ്ലാറ്റ്, കൽക്കരി കുംഭകോണം, 2G സ്പെക്ട്രം തുടങ്ങി അധികാര കസേര അത്രയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കാലം. അക്കാലത്താണ് ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരം തുടങ്ങുന്നത്. സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും NGOകളും എല്ലാം ആ വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായി. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ഗോവിന്ദ് റാം കെജ്രിവാളിന്റെയും ഗീതാദേവിയുടെയും മകനായി 1968 ഹരിയാനയിലെ ഇടത്തരം കുടുംബത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജനനം. പഠിക്കാൻ മിടുക്കൻ. 1985 അഖിലേന്ത്യാ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 516 റാങ്കോടെയാണ് IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കെജ്രിവാൾ പ്രവേശനം നേടുന്നത്. 89 ടാറ്റ സ്റ്റീലിൽ ആദ്യ ജോലി നേടിയെങ്കിലും അവധിയെടുത്ത് സിവിൽ സർവീസ് പരിശീലനത്തിനിറങ്ങി. അങ്ങനെ 1992 ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഉദ്യോഗസ്ഥനായി. ആദായ നികുതി വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായിരിക്കെ 2006 അദ്ദേഹം സ്വയം വിരമിക്കുന്നത്. അതിനിടെയാണ് വിവരാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പരിവർത്തൻ എന്ന NGO അദ്ദേഹം സ്ഥാപിക്കുന്നത്. ആദായ നികുതി, വൈദ്യുതി, ഭക്ഷ്യ റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട കൈക്കൂലി പ്രശ്നങ്ങൾക്കെതിരെ സജീവമായി ഇടപെട്ട NGO. 2006 എമർജന്റ് ലീഡർഷിപ്പിനുള്ള രമൺ മാഗ്സസെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2011 അണ്ണാ ഹസാരെ കിരൺ ബേദിയുമായി ചേർന്ന് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത്. സമാനാശയം പിന്തുടരുന്നവരെന്ന നിലയ്ക്ക് സ്വാഭാവികമായും അക്കൂട്ടത്തിലേക്ക് കെജ്രിവാളും എത്തി. എന്നാൽ സമാധാനപരമായ സമരങ്ങളായിരുന്നു തീർത്തും ഗാന്ധിയനായ ഹസാരെ ചൂണ്ടിക്കാട്ടിയ വഴിയെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുക എന്നതായിരുന്നു കെജ്രിവാളിന്റെ നിലപാട്. അവിടെ വെച്ച് ഹസാരെയും കെജ്രിവാളും തെറ്റിപ്പിരിഞ്ഞു. 2012 ഒക്ടോബർ 12 കെജ്രിവാൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തി. അധികാര കസേരയോട് വ്യക്തമായ എതിർപ്പ് കാട്ടിയിരുന്ന, അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ചവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് അണ്ണാ ഹസാരെയുടെയും സംഘത്തിന്റെയും ഉദ്ദേശശുദ്ധി പോലും ചോദ്യം ചെയ്യപ്പെട്ടത്. 2012 നവംബർ 26 ആം ആദ്മി പാർട്ടി പിറന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത അതേ തീയതി.
വലിയ വലിയ വാഗ്ദാനങ്ങളെക്കാൾ ജനങ്ങളെ ഏറ്റവും ബാധിച്ച അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിലായിരുന്നു കെജ്രിവാളിന്റെ ശ്രദ്ധ. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വരവറിയിച്ചു. 15 വർഷം ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു കെജ്രിവാളിന്റെ എൻട്രി. പക്ഷെ ഫലം വന്നപ്പോൾ ദില്ലിയിൽ തൂക്കുമന്ത്രിസഭ. BJPക്ക് 21, AAPക്ക് 28 സീറ്റ്, കോൺഗ്രസിന് 8 സീറ്റ്. സർക്കാർ ഉണ്ടാക്കാനില്ലെന്ന് പറഞ്ഞ് BJP പിൻവാങ്ങി. AAPക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. ഒപ്പം ജനതാദൾ MLAയും ഒരു സ്വതന്ത്രനും. 2013 ഡിസംബർ 28 കെജ്രിവാൾ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ 49 ദിവസത്തിന് ശേഷം കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. 2014 ഫെബ്രുവരി 14 ഡൽഹി നിയമസഭയിൽ ജൻ ലോക്പാൽ ബിൽ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിനായിരുന്നു രാജി. നിയമസഭ പിരിച്ചുവിടുന്നതിനെ അനുകൂലിച്ച് അദ്ദേഹം വാദിച്ചു. അഴിമതി വിരുദ്ധ നിയമം പാസാക്കുന്നതിൽ കാലതാമസം വരുത്തിയതിന് കോൺഗ്രസിനെയും BJPയെയും കെജ്രിവാൾ കുറ്റപ്പെടുത്തി. 2014 ഏപ്രിലിൽ പൊതുജനങ്ങളോട് അങ്ങനെ ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്താതെ സ്ഥാനം ഉപേക്ഷിച്ചത് തെറ്റായിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. ആ വർഷം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ വാരാണസി മണ്ഡലത്തിൽ കെജ്രിവാൾ മത്സരിച്ചത്. മോദി കെജ്രിവാളിനെ പരാജയപ്പെടുത്തി. 9 മാസത്തെ ഗവർണർ ഭരണത്തിന് ശേഷം ഡൽഹി നിയമസഭ പിരിച്ചുവിട്ടു. വീണ്ടും ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റിലും ആം ആദ്മി പാർട്ടി ജയിച്ചു കയറി. 3 പതിറ്റാണ്ട് കാലം ഡൽഹി ഭരിച്ച കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല. BJPക്ക് 3 സീറ്റ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യവും ചെയ്തു കാണിക്കുകയായിരുന്നു പിന്നീട് കെജ്രിവാൾ. അത്യാധുനിക സർക്കാർ സ്കൂളുകൾ, മാസം 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപഭോഗമുള്ളവർക്ക് സൗജന്യ വൈദ്യുതി. 31 ലക്ഷം പേരായിരുന്നു ഇതിന്റെ ഗുണഭോക്താക്കൾ. 200-നും 400-നും ഇടയിലാണ് ഉപഭോഗമെങ്കിൽ പകുതി അടച്ചാൽ മതി. ഇതും 12 ലക്ഷത്തിലധികം പേർക്ക് സഹായമായി. ഒരു മാസം 20,000 യൂണിറ്റ് വരെ സൗജന്യമായി കുടിവെള്ളം, മെട്രോ ട്രെയിനിലടക്കം വനിതകൾക്ക് സൗജന്യ യാത്ര, മികച്ച ആശുപത്രി സൗകര്യം, സൗജന്യ വൈഫൈ. പട്ടിക തീർന്നില്ല. പൊതുവിദ്യാലയങ്ങളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി മാറ്റി പൊതുവിദ്യാഭ്യാസത്തിലും സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അധ്യാപക പരിശീലനത്തിലുമടക്കം മാറ്റങ്ങളും വരുത്തി. ഡൽഹിയിൽ അവതരിപ്പിക്കപ്പെട്ട ഗവൺമെന്റ് മൊഹല്ല ക്ലിനിക്കുകൾ ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്ററുകൾ, സൗജന്യ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും ഡൽഹിക്ക് പുത്തൻ ഉണർവായി. മലിനീകരണത്തിലേറെ പഴി കേൾക്കുന്ന നഗരം കൂടിയാണ് ഡൽഹി. വാഹന നിയന്ത്രണമടക്കമുള്ള നിരവധി പരിഷ്കരണങ്ങളും കെജ്രിവാളിനെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാക്കി. അങ്ങനെ ഡൽഹിയിൽ മാത്രം ഒതുങ്ങാൻ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിച്ച് ദേശീയ രാഷ്ട്രീയത്തിലും കെജ്രിവാൾ പരീക്ഷണത്തിനിറങ്ങി. പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, കശ്മീർ, ഗോവ, കേരളം, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആപ്പ് മത്സരിച്ചു. എന്നാൽ പ്രാദേശിക പ്രശ്നങ്ങളിൽ ഊന്നി വളർന്ന ആപ്പിന് പഞ്ചാബിലൊഴികെ മറ്റൊരു സംസ്ഥാനത്തും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. BJPക്കെതിരെ പ്രതിപക്ഷം അണിനിരന്ന ഇന്ത്യ സഖ്യത്തിലും കെജ്രിവാൾ നിർണായക നേതാവായി. ജനഹൃദയങ്ങളിലേറിയ ആദ്യ 2 ഘട്ടം പോലെയായിരുന്നില്ല കെജ്രിവാളിന്റെ 3ാം വരവ്. 2021 നടപ്പാക്കിയ മദ്യനയമായിരുന്നു ആദ്യ പ്രഹരം. വിവാദങ്ങൾക്കൊടുവിൽ നയം പിൻവലിച്ചെങ്കിലും പാർട്ടിയിലെ ഒന്നാമനായ കെജ്രിവാൾ, രണ്ടാമൻ മനീഷ് സിസോദിയ, മൂന്നാമൻ സഞ്ജയ് സിംഗ് അറസ്റ്റിലായത് ആപ്പിന്റെ നിലനിൽപ്പ് മാത്രമല്ല, നേതാക്കളുടെ ജനപ്രീതി കൂടിയാണ് കുത്തനെയിടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മദ്യനയ കേസിൽ ED അറസ്റ്റ് ചെയ്യുന്നത്. അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി ഇതോടെ കെജ്രിവാൾ. ജയിലിലായെങ്കിലും രാജിവെക്കാൻ കെജ്രിവാൾ തയ്യാറായില്ല. അതും സമരമുറയായി അദ്ദേഹം കണ്ടു. പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ വെച്ച് CBIയും അറസ്റ്റ് ചെയ്തു. 2024 സെപ്റ്റംബർ 13 2 അന്വേഷണ ഏജൻസികളുടെയും കേസുകളിൽ 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. ജയിലിൽ പോകുന്നവരെ ഉണ്ടായിരുന്ന മൈലേജ് ആയിരുന്നില്ല തിരികെ എത്തിയ കെജ്രിവാളിന്. പ്രസംഗവേദികളിൽ കത്തിക്കയറിയ കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ ഫയർ ബ്രാൻഡായി. ഇന്ത്യ മുന്നണിയുടെ മിന്നും പെർഫോമൻസിന് കരുത്ത് പകരാൻ കെജ്രിവാളിനായി. ദേശീയ തലത്തിലേക്ക് വളർച്ച വ്യാപിപ്പിക്കാൻ ശ്രമിച്ച കെജ്രിവാൾ പക്ഷേ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ശ്രദ്ധിച്ചതേയില്ല. ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുണ്ടായിരുന്ന കറകളഞ്ഞ ഇമേജിന് കുറച്ചെങ്കിലും പരിക്ക് പറ്റിപ്പോയ കാര്യം കെജ്രിവാൾ മറന്നു. പൊതുജനം കഴുതയല്ല എന്ന ഓർമ്മിപ്പിക്കലാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ തന്നെ കെജ്രിവാളിന്റെ PA ആക്രമിച്ചുവെന്നും ആ സമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നുമുള്ള സ്വാതി മലിവാളിന്റെ പരാതിയെ പാളയത്തിലെ പട മാത്രമായി കണ്ടതും വീഴ്ചയായി. പാർട്ടിക്കകത്തെ അസ്വാരസ്യങ്ങളും കെജ്രിവാളിന്റെ ആഡംബര വീടുമെല്ലാം
ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. ജയിൽവാസത്തിനിടെയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവാതിരുന്ന കെജ്രിവാൾ പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം രാജി പ്രഖ്യാപിച്ചു. പിൻഗാമിയായി അതിഷിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇനി തെരഞ്ഞെടുപ്പിൽ അഗ്നിശുദ്ധി വരുത്തിയേ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ളൂ എന്ന് പ്രതിജ്ഞയായിരുന്നു പിന്നിൽ. അഴിമതി വിരുദ്ധ പോരാട്ടമാണ് ആപ്പ് എന്ന പാർട്ടിയുടെ ഉദയത്തിന് കാരണം. എന്നാൽ മദ്യനിരോധന അഴിമതി കേസിൽ അതേ പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലായത് ആം ആദ്മി പാർട്ടിയെ കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ സ്തംഭനം BJP നന്നായി ഉപയോഗിച്ചു. കെജ്രിവാളിന്റെ അപ്രതീക്ഷിത രാജിയും അതിഷിയുടെ കടന്നുവരവും വെറും രാഷ്ട്രീയ നാടകവും PR സ്റ്റണ്ടുമാണെന്നാണ് അന്നത്തെ BJPയുടെ ആക്ഷേപം. ഉപാധികൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാനോ സ്വതന്ത്രമായ പേപ്പറുകളിൽ ഒപ്പിടാനോ പോലും കഴിയാത്ത റബ്ബർ സ്റ്റാമ്പ് മുഖ്യമന്ത്രിയായിരുന്നിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവാണ് കെജ്രിവാളിന്റെ രാജിയെന്നും BJP വിമർശിച്ചു. എന്നാൽ ജനങ്ങൾക്കിടയിലുണ്ടായ അവമതിപ്പിനുള്ള മറുമരുന്നായാണ് കെജ്രിവാൾ ഈ രാജിയെ കണ്ടത്. രാമായണത്തിലെ ആദർശധീരനായ ശ്രീരാമനോട് പോലും ആപ്പ് നേതാക്കൾ കെജ്രിവാളിനെ സാമ്യപ്പെടുത്തി കളഞ്ഞു. 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിൽ തിരികെ എത്തുമ്പോൾ മോഹഭംഗങ്ങൾ അത്രയും കെജ്രിവാളിനാണ്. ആം ആദ്മി പാർട്ടി പലപ്പോഴും വൺമാൻ ഷോ ആയതിന് ജനങ്ങൾ നൽകിയ മറുപടി. എന്തിനാണ് അധികാരത്തിലേറിയതെന്ന് കെജ്രിവാൾ താങ്കൾ അത് മറന്നുവെന്ന ജനങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് പരാജയം ഒരു രാഷ്ട്രീയക്കാരന്റെയും അവസാനമല്ല. അങ്ങനെ കരുതാൻ ജനങ്ങൾ മണ്ടന്മാരുമല്ല. തിരുത്താനുള്ള അവസരമായി കണക്കാക്കിയാൽ പരാജയം പോലും രാഷ്ട്രീയക്കാരന്റെ വിജയമാക്കാം. അതാണ് ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളത്.